കൂട്ടുകാരെ, നമുക്കൊന്ന് അടുക്കളയിൽ കയറിയാലോ? അങ്ങനെ ഞാനിതേ വെള്ളം തിളപ്പിച്ച് മാറ്റി വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അപ്പുറത്ത് അടുക്കളയിൽ പോകണം. ഇവിടെ മുട്ടയും കിഴങ്ങും അവിക്കാനിട്ടിട്ടുണ്ട്. ഇന്ന് അടുക്കളയിൽ പോയി ഞാൻ ഇവിടെ അരിയൊക്കെ അടുപ്പിട്ടിട്ടുണ്ടായിരുന്നു. അത് അടുപ്പിലിട്ട് അവിടെ ചെന്ന് അതൊക്കെ ചെയ്തിട്ട് ഞാൻ ഇവിടെ അടുക്കളയിൽ അരിയൊക്കെ ഇട്ടതിന് ശേഷമാണ് കേട്ടോ നടക്കുന്നത്. അങ്ങനെ ഇതേ അരിയൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെല്ലാവർക്കും സുഖമില്ല? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും എൻ്റെ സ്നേഹാന്വേഷണം. കുറേ ദിവസം കൊണ്ട് ഞാൻ അടുക്കളയിൽ കയറൊക്കെ അല്പം കുറവായിരുന്നു കേട്ടോ. രാവിലെ ഇന്ന് എന്താ കിഴങ്ങ് കറി വയ്ക്കാം. അതിലേക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഒരു സവാളയും നമ്മളെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമുക്ക് ഒന്ന് അരിഞ്ഞ് പറക്കി എടുക്കാം. തക്കാളിയായിട്ടൊക്കെ അരിഞ്ഞ് പറക്കി എടുത്തുനിന്ന് ചെറിയ ഒരു കിഴങ്ങ് കറിയാണ്. കുറേ ദിവസമായി കേട്ടോ അടുക്കളയിൽ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്തിട്ട് കുറേ ദിവസമായി. അതിൻ്റെ ചെറിയ ചെറിയ സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ആ ഒരു കാരണങ്ങളാൽ ഞങ്ങൾ അടുക്കളയിൽ കയറാതെയായി. ഇന്ന് ഞങ്ങളെല്ലാവരും തിരിച്ചെത്തി. അതുകൊണ്ട് ഞങ്ങളിതാ അടുക്കള പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം അടുക്കളയും അടുപ്പും കരിയും മഞ്ഞയും ആയിട്ടൊക്കെ ഞാൻ ഇറങ്ങും കേട്ടോ. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ശരിക്കും ഇന്നെന്താ അരിഞ്ഞിട്ട് തീരണില്ലേ നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഒന്ന് ലോങ്ങായിപ്പോയി. എന്നാലും കുഴപ്പമില്ലതേ അതിനെയൊക്കെ കഴുകി പറക്കി കൊണ്ടുവന്ന് വെച്ച് അരിയൊക്കെ തിളച്ച് കഴിഞ്ഞു കേട്ടോ. അരിയൊക്കെ തിളച്ച് അത് അവിടെ കിടന്ന് അങ്ങ് വെന്തോളും. നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്തിട്ടും വരാം. ഇനി നമുക്കതേ പോകാം കേട്ടോ. അപ്പുറത്ത് അടുക്കളയിൽ പോയി നമുക്ക് കിഴങ്ങ് കറിയൊക്കെ അങ്ങ് വയ്ക്കാം. അങ്ങനെ ഞാനിതേ എൻ്റെ മൊബൈലുമായി ഞാൻ അപ്പുറത്ത് അടുക്കളയിലോട്ട് മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വന്നു നമ്മളെ കിഴങ്ങച്ചനൊക്കെ വെന്ത് കഴിഞ്ഞു. കിഴങ്ങ് മുട്ടയൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിനെയൊക്കെ നമ്മൾ പറക്കി വന്ന് കറി വയ്ക്കാം. രാവിലെ ഒന്ന് ദോശയ്ക്ക് കിഴങ്ങ് കറിയായത് കേട്ടോ. അങ്ങനെ പിന്നെ മഴക്കാലമൊക്കെ കഴിഞ്ഞു. വീണ്ടും മരം വെട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം തൊണ്ടയിൽ ഒരു കിറ്റ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ സംസാരം മാറിയത്. അങ്ങനെ മരം വെട്ടാനൊക്കെ തുടങ്ങി. ഇനി പഴയതുപോലെ ഓട്ടപ്പാച്ചിലിന് സമയമായി ഇല്ലേ? ഇനി കുറച്ച് ദിവസം മഴ വേണ്ട. നമുക്ക് മരം വെട്ടി നമുക്കതിൽ നിന്ന് ആദായമൊക്കെ എടുക്കണ്ടേ? ആകപ്പാടെ വരുമാനമാണുള്ളതില്ലേ? ആ ഒരു വരുമാനവും നിലയ്ക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് ഇല്ലേ? അങ്ങനെ രാവിലെ തകർത്ത പരിപാടിയാണ്. പിന്നെ എന്തൊക്കെയുണ്ട്? രക്തമ്മ ചേച്ചി സുഖമാണോ? സുപ്രിയ സുഖമാണോ? എല്ലാവരും സുഖമാണോ കേട്ടോ? എല്ലാവരും സുഖമാണോ? അച്ചമ്മ സുഖമാണോ? റീന സുഖമാണോ? റീനയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹീര എന്നാണ് പറയണത്. ഇങ്ങനെ റീന, ഉണ്ണി, അങ്ങനെ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണോ. പിന്നെ ഞാൻ കുറേ ദിവസം ഞാൻ അടുക്കളയിൽ ഞങ്ങളിവിടെ ഇല്ലായിരുന്നു കേട്ടോ. പിള്ളേരെല്ലാം ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞാനിവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ആയി വന്നപ്പോൾ ഞാൻ വന്നതിന് ശേഷം പിന്നെ എനിക്ക് അടുക്കളയിൽ കയറാൻ ഒരു മടിയായിരുന്നു. ഞാനൊന്നും വേവിക്കുകയൊന്നുമില്ല. എന്തെങ്കിലും ദോശ, പുട്ട് ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടൊക്കെ അങ്ങ് നടന്നു. അപ്പോൾ ഇനി നമുക്ക് പറ്റില്ല കേട്ടോ. ഇനി ആ പരിപാടിയൊക്കെ നടത്തി ഇനി നമ്മൾ വീണ്ടും എല്ലാവരും അവരവരുടെ പാട്ടിന് നോക്കിപ്പോയി നമുക്കിനി പഴയതുപോലെ അടുക്കളയിൽ കയറി അങ്ങ് അറമാദിക്കാം. അങ്ങനെ ഞാനിത് രാവിലെ എന്താ ചെയ്യണമെന്നറിയാമോ? തേങ്ങയൊക്കെ തിരിവ് കൂട്ടുകയാണ് കേട്ടോ. കുറച്ച് ദിവസത്തെ കടങ്ങളൊക്കെ ഇന്ന് കൊണ്ട് തീർക്കണം. പിന്നെ അതേപോലെ തന്നെ സുമൂതേ സുഖമാണോ? ഞാൻ വീഡിയോ ഇടണില്ല എന്ന് പറഞ്ഞ് എൻ്റെ കൂടി ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ അടുക്കളയിൽ പോകണം, വീഡിയോ ഇടുന്നില്ല. അതുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ സുമോദ്, സുമേഷ്, നിങ്ങളെല്ലാവരും ഞാൻ മറക്കില്ല. ഒരിക്കലും മറക്കാത്ത കുറേ ആൾക്കാരുണ്ട്. അതിലുള്ള ആൾക്കാരാണ് കേട്ടോ നിങ്ങളെയൊക്കെ ഞാൻ മറക്കണം പരിപാടിയേ ഇല്ല. അങ്ങനത്തെ കിഴങ്ങ് കറിയായി. നമുക്കിനി കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഇപ്പം തേങ്ങയ്ക്ക് വിലയൊക്കെ കുറഞ്ഞല്ലോ ഇല്ലേ? അത്യാവശ്യം തേങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു. അത് കഴിഞ്ഞ് ബാക്കി കിടന്ന കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ മാറ്റി വച്ചതിന് ശേഷം അത് കഴിഞ്ഞ ശേഷമാണ് മീൻ ഇറങ്ങാൻ കേട്ടോ. ഞാൻ ഇടയ്ക്ക് മീനൊക്കെ മീൻ വാങ്ങിക്കുന്ന വീഡിയോ ഇടാൻ പറ്റിയില്ല. രാവിലെ ഒരാൾ മീൻ കൊണ്ടുവന്നു. മീനൊക്കെ വാങ്ങിച്ചു. മീനൊക്കെ കുറവാണ്. ഇച്ചിരി പാത്രമൊക്കെ കഴുകി ഒതുക്കി വച്ചതിന് ശേഷം അടുത്ത് മീൻ വയ്ക്കാം കേട്ടോ. അങ്ങനെ മീൻ വയ്ക്കണം, പിന്നെ കീരത്തോരൻ വയ്ക്കണം, രസം വയ്ക്കണം, അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കാണണവരൊന്ന് ലൈക്ക് അടിച്ച് കാണണം. നമ്മുടെ കുഞ്ഞു വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കുക. പിന്നെ എന്താ പറയാൻ? സുഖമോ ദേവി, എല്ലാവർക്കും സുഖമോ ദേവി, എല്ലാവരും സുഖമായിരിക്കണമെന്ന് തന്നെ വിശ്വസിക്കണം കേട്ടോ.
അങ്ങനെ പാത്രം കഴുകിയിട്ട് തീരണമില്ലല്ലോ എന്നാണ് ഞാൻ തന്നെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ മീൻ കുട്ടനെയൊക്കെ പറക്കിയിട്ട് ഒന്ന് കറി വയ്ക്കും. കുറച്ച് കൊച്ചു ചൂരയാണ് കിട്ടിയത്. വേറെ സ്ഥലങ്ങളിൽ വേറെ ഇത് ഞങ്ങൾ കുട്ടിച്ചൂര, ഞങ്ങൾ കുറച്ച് കുട്ടിച്ചൂരയാണ് കിട്ടിയത്. അതിനെയാണ് ഇന്നത്തെ ഫ്രൈ. കുറേ ദിവസമായി മീൻ കൂട്ടാത്തവർക്ക് വേണ്ടത് നെത്തോലി മീനാണേ. അത് ഓരോ സ്ഥലത്ത് ഈ നെത്തോലി മീനിനെ കൊഴുവ, ചൂരയ്ക്ക് വേറെ എന്തോ പേര് പറയുമായിരുന്നു, അത്ര ഓർമ്മയില്ല. നമുക്കിനി അതിനെയൊക്കെ കഴുകി പറക്കിയെടുത്ത് അവരോട് നമുക്കൊരു ഗുസ്തി നടത്താം. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇന്നലെയൊക്കെ കഴിച്ചിട്ടില്ലേ എന്ന് ഞാൻ വീഡിയോ ഇടുന്നത്. നല്ല വെള്ളച്ചൂരയാണോ, നെമ്മീൻ ചൂരയുടെ കുഞ്ചാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എന്താ പറയാൻ ഇല്ലേ. അങ്ങനെ എല്ലാം അറുത്ത് പറക്കി കഴുകി നമ്മൾ മുരിങ്ങയ്ക്ക, തക്കാളി, പച്ചമുളക് എല്ലാം ഇട്ട് അരച്ച് പറക്കി എല്ലാ പരിപാടി അടുക്കളയാണ് കേട്ടോ. അങ്ങനെ ചോറൊക്കെ റെഡിയായി. അടുത്ത് നമുക്ക് നമ്മളെ മീൻ കറി അങ്ങോട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ ഇന്ന് മൊത്തം ഫുള്ള് ഞാൻ പിന്നെ രാവിലത്തെ കാപ്പി പരിപാടി മാത്രം ഗ്യാസിലും, ബാക്കി ഇന്ന് ഫുൾ പരിപാടി അടുപ്പിലുമായിരുന്നു കേട്ടോ. അടുപ്പിൽ നല്ല റബ്ബർ ചുള്ളി ഉള്ളത് കൊണ്ട് നമുക്ക് തീ കത്തിക്കാൻ നല്ല സുഖമില്ലേ. അങ്ങനെ സമയം ഉണ്ടെങ്കിൽ അടുപ്പ് നമുക്ക് കത്തിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഞാൻ ഇന്ന് ഫുള്ള് എല്ലാ പരിപാടിയും അടുപ്പിൽ തന്നെയാണ്. അങ്ങനെ മീനിനെ അടുപ്പി വെച്ചു. തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടിപൊളിയായിട്ട് തീയൊക്കെ കത്തുന്നുണ്ട്. അങ്ങനെ മീൻ തിളച്ച് കഴിഞ്ഞു. നല്ല മിരിങ്ങയ്ക്കൊക്കെ ഇട്ട് നല്ല ചൂരക്കറി കേട്ടോ. ഇതൊക്കെ കോരി അങ്ങോട്ട് ചക്കയോ മരിച്ചിനെയോ കൊണ്ട് അതിൽ കൂടെ ഇട്ട് അങ്ങോട്ട് കഴിക്കുക. അത് കുറച്ച് കീരയുണ്ട്. നമുക്ക് കീരയും ഞാൻ കുറച്ച് ചക്കക്കുരും കൂടി ഇട്ടിട്ടുണ്ട്, അത് വെളിയിൽ കാണാനില്ല. ചക്കക്കുരും കൂടി നമുക്കൊന്ന് അവിയൽ പോലെ വയ്ക്കാം. അങ്ങനെ അത് വെച്ചു. അത് കഴിഞ്ഞ് നല്ല എൻ്റെ അമ്മാവൻ്റെ കാലത്തുള്ള എൻ്റെ പാണ്ടൻ ചട്ടിയും കൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. ഈ ചട്ടി ഞാൻ കളയൂല, അതെനിക്ക് അടുപ്പിൽ വയ്ക്കാൻ വേണ്ടി ഞാൻ വച്ചിരിക്കുന്നതാണ്, ഈ കരി അടുപ്പിൽ വയ്ക്കാൻ വേണ്ടി. അങ്ങനെ നമുക്ക് നെത്തോലി കൂട്ടനെ പറക്കി ഫ്രൈ അടിക്കാം. പിന്നെ ഞാൻ രസം വെച്ചു, അത് എനിക്ക് വീഡിയോ ഞാൻ എടുത്തില്ല. അപ്പോഴേക്കും കള്ളക്കിഷൻ വന്നിട്ടുണ്ട്. കള്ളക്കിഷനെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. കള്ളക്കിഷൻ ടൂറൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് മോർണിംഗ്.